നമ്മളിൽ പലരും പുറമേന്ന് ഫുഡ് വാങ്ങിക്കുമ്പോഴും പുറമേന്ന് ഫുഡ് കഴിക്കുമ്പോഴും കറുത്ത നിറത്തിലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ കാണാറുണ്ട്. ചിലപ്പോൾ അതിനകത്ത് കറുത്ത നിറത്തിലുള്ള സ്പൂണും ഉണ്ടാവും. കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷേ നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ഞെട്ടിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കറുത്ത പ്ലാസ്റ്റിക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നറിയോ? ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് വേസ്റ്റുകളെ റീസൈക്കിൾ ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ പഴയ TV, പഴയ കമ്പ്യൂട്ടറിന്റെ പാർട്സ്, വ്യവസായശാലകളുടെ പ്ലാസ്റ്റിക് ഇതെല്ലാം പൊടിച്ച് രണ്ടാമത് കളർ ചെയ്തിട്ട് റീസൈക്കിൾ ചെയ്യാണ്. ഒരു കാരണവശാലും ഭക്ഷണത്തിൽ കലരാൻ പാടില്ലാത്ത കെമിക്കലുകളാണ് ഈ കറുത്ത പ്ലാസ്റ്റിക്കിനകത്തുള്ളത്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഹാർഡായിട്ടുള്ള സാധനമല്ല. അത് ശരിക്കൊരു സ്പോഞ്ച് പോലെയാണ്. സ്പോഞ്ച് എന്താണ് ചെയ്യുക? എല്ലാം വലിച്ചെടുക്കും. അതുപോലെ കെമിക്കലുകൾ, ഡൈ, ടോക്സിൻസ് ഇതെല്ലാം ഈ പ്ലാസ്റ്റിക് വലിച്ചെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നർ വെച്ചിട്ട് ചൂടാക്കുകയെന്ന് വിചാരിക്കുക. ഈ പറഞ്ഞതൊക്കെ നേരെ ഭക്ഷണത്തിലേക്ക് അലിഞ്ഞു ചേരും. അപ്പോൾ നല്ല ചൂടുള്ള ബിരിയാണി ഒരു കറുത്ത പ്ലാസ്റ്റിക് ബോക്സിൽ നിങ്ങൾക്ക് കിട്ടുകയെന്ന് വിചാരിക്കുക. നിങ്ങളത് കഴിക്കാമെന്ന് വിചാരിക്കുക. ഈ പ്ലാസ്റ്റിക്കിലെ കെമിക്കൽസ് എല്ലാം ഈ ബിരിയാണിയിലേക്ക് അലിഞ്ഞു ചേരുന്നുണ്ട്. ഇനി സീരിയസ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാം. കറുത്ത പ്ലാസ്റ്റിക്കുകളിൽ പ്രധാനമായിട്ടുള്ളത് BPS തുടങ്ങിയ കെമിക്കലുകൾ. ഇത് ശരീരത്തിലെ ഹോർമോണിനെ താളം തെറ്റിക്കും. കാഡ്മിയം, ലെഡ് തുടങ്ങിയ ലോഹങ്ങൾ, ഇലക്ട്രോണിക്സുകൾ കത്തുന്നത് തടയാനുള്ള ഫ്ലെയിം റിട്ടാർഡൻസ്, പിന്നെ മൈക്രോ പ്ലാസ്റ്റിക്സ്. ഇത് നേരെ രക്തത്തിലേക്ക് കലരും. ഇതെല്ലാം എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക? ഹൃദ്രോഗത്തിനുള്ള സാധ്യത കൂട്ടും, BP കൂട്ടും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടും, അമിതവണ്ണം ഉണ്ടാക്കും, രക്തധമനികൾക്കകത്ത് നീർക്കെട്ടുണ്ടാക്കും, തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, വന്ധ്യതയ്ക്ക് കാരണമാവും, വയറ്റിനകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, തലച്ചോറിൽ ബ്രെയിൻ ഫോഗ് ഉണ്ടാക്കും, ക്ഷീണത്തിന് കാരണമാവും. ഇനി ഇതിനെന്താണ് ഒരു പോംവഴി? ചൂട് ഭക്ഷണങ്ങൾ എപ്പോഴും സ്റ്റീലിന്റെയോ ഗ്ലാസിന്റെയോ സെറാമിക്കിന്റെയോ പാത്രങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. അതുപോലെ കടയിൽ നിന്നൊക്കെ കറുത്ത പ്ലാസ്റ്റിക് പാത്രത്തിലാണ് ഭക്ഷണം കിട്ടുന്നതെങ്കിൽ വീട്ടിലെത്തിയ ഉടനെ അത് സ്റ്റീലിലേക്കോ ഗ്ലാസ് പാത്രത്തിലേക്കോ മാറ്റുക. ഒരു കാരണവശാലും കറുത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ ചൂടാക്കാനോ മൈക്രോവേവ് ചെയ്യാനോ പാടില്ല. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ തണുപ്പായിട്ട് സ്റ്റോർ ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതും ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് മാത്രം.